ഇളമരങ്കരയും പ്രഖ്യാപിച്ചതുപോലെ അഖിലേന്ത്യാ പണിമുടക്കിൽ കേരളം സ്തംഭിപ്പിക്കപ്പെട്ടു. ജനം വലഞ്ഞു. ഭീഷണിയിലാണ് കേരളം സ്തംഭിച്ചതെന്നും നാം കണ്ടു. 80 വയസ്സായിട്ടും കവിയും പണ്ഡിതനും ചിന്തകനുമായ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ പറയുന്നു, മാർക്സിസത്തിൽ തനിക്ക് ഇതുവരെ വ്യക്തത വന്നിട്ടില്ലെന്ന്. സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന മന്ത്രിയും പ്രത്യയശാസ്ത്ര വിദഗ്ധനുമായ പി രാജീവ് പറയുന്നത് നോക്കുക. അതിവേഗം മാറുന്ന ലോകം നമ്മൾ വിശകലനം ചെയ്തു വരുമ്പോഴേക്കും അതിന്മേൽ നിന്നുള്ള വിശകലനങ്ങൾ രൂപപ്പെടുത്തുമ്പോഴേക്കും വിശകലനത്തിന് ആധാരമായ സാങ്കേതിക വിദ്യ അടുത്ത വെർഷനിലേക്ക് കടന്നിട്ടുണ്ടാകും. പുതിയ പ്രതിസന്ധികൾ, വർഗവൈരുദ്ധ്യങ്ങൾ എങ്ങനെ ശക്തിപ്പെടുന്നു, പുതിയ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു. ജാപ്പനീസ് ചിന്തകൻ പറയുന്നത് പോലെ ഇനി മാർക്സിസം ആവശ്യപ്പെടുന്നത് ഉൽപാദനത്തിന്റെ വേഗത കുറയ്ക്കലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ മലയാളിയുടെ അവസ്ഥ. 87 കൊല്ലത്തിനകം ഇതുവരെ ഒരു നേതാവിനും മാർക്സിസം എന്താണെന്ന് തെളിഞ്ഞിട്ടില്ല. എന്നാൽ അണികൾക്ക് നല്ല വ്യക്തതയുണ്ട്. വിരട്ടലും അതിൽ നിന്ന് വഴങ്ങിയില്ലെങ്കിൽ തല്ലും, തല്ലിപ്പൊളിയും, അറ്റകൈക്ക് കൊലപാതകം. ഇന്നത്തെ ഹർത്താലിലും നാം കണ്ടു വിരട്ടലും കയ്യാങ്കളിയും ഒക്കെ. ഈ ഹർത്താലിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖം തോന്നുക. 1919 ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ആദ്യമായി നടത്തുന്ന സമര മുറയാണ് ഹർത്താൽ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഉപവാസവും അവഹേളനം സഹിക്കലും പ്രാർത്ഥനയുമായിരുന്നു ആ ഹർത്താലിന്റെ മുഖമുദ്ര.